ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെവി വരച്ച് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വരച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വരച്ച് തുടങ്ങിയത് കണ്ണിൻ്റെ ആ ഒരു ട്യൂട്ടോറിയലായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ട് പിന്നെ രണ്ടാമത്തെ പാർട്ടിലായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാൻ അല്ലെങ്കിൽ വരയ്ക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ ദിവസവും സാധാരണ ഒരു ഫോട്ടോ നോക്കി വരച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നും പറ്റില്ല. ആ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തും ഇങ്ങനെ കണ്ണ്, മുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും വരയ്ക്കാനുണ്ടല്ലോ. ഫേസ് വരയ്ക്കുകയാണെങ്കിൽ അപ്പം അത് നിങ്ങൾക്ക് ആദ്യം വരയ്ക്കുന്ന രീതി എന്നൊന്ന് മനസ്സിലാക്കി തന്നിട്ട് പിന്നീട് ഫേസ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നിയിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. പിന്നെ ഓരോരുത്തർ കാണുന്നൊന്നുമില്ല, എന്നാലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ ലാസ്റ്റ് വരച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന മെസ്സിയുടെ ഡ്രോയിങ്ങാണ്. അതിനുശേഷം നമ്മളൊന്നും ചെയ്തില്ല, ഡ്രോയിങ്ങൊന്നും ചെയ്തില്ല. ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഇപ്പം ഫുട്ബോളിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഡ്രോയിങ് ചെയ്തിടുവാണെങ്കിൽ ചിലപ്പം ഇപ്പോഴത്തെ ആ ട്രെൻഡിങ്ങിൽ ആ ഒരു വീഡിയോ വൈറലായി പോകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ ഒരു സമയത്തെ ട്രെൻഡിങ് മാത്രമാണ്. പിന്നീട് ആ ഒരു വീഡിയോ ആരും കാണണമെന്നില്ല. അതേസമയം ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ഇടുന്ന സമയത്ത് അതെപ്പോഴും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യമായിരിക്കും. അതായത് അവർ ഡ്രോയിങ് പഠിക്കാനുള്ള ആൾക്കാർ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആകുമ്പം. മറ്റേന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡിങ്, ആ ഒരു സമയത്ത് ആ ട്രെൻഡിങ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ വീഡിയോ ചിലപ്പം കാണണമെന്നില്ല. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. നമ്മളിപ്പം എന്നും ഫേസ് വരച്ച് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ടും വ്യൂവേഴ്സ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും ഡ്രോയിങ് പഠിക്കാനുള്ള ആൾക്കാർ എൻ്റെ ചാനലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ടും കൂടെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഡ്രോയിങ് പഠിക്കാൻ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡ്രോയിങ് ട്യൂട്ടോറിയൽസ് നോക്കാനും വരയ്ക്കാനും ഡ്രോയിങ് പഠിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇടയ്ക്ക് അങ്ങനത്തെ ഡ്രോയിങ്ങും ചെയ്യാം. അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇതങ്ങനെ പോകത്തില്ല. നമുക്ക് ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് ഇടുന്നേ ഉള്ളൂ ബാക്കി നമ്മൾ പിന്നീടും സാധാരണ പോലെ നമ്മൾ വരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അത് തന്നെ വരച്ചുകൊണ്ടിരുന്ന് ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോറാകും, എനിക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊരു ചേഞ്ച് പോലെ ഒരു ഡ്രോയിങ് ക്ലാസ് എന്നൊരു ഇതിലേക്ക് വന്നത്. അപ്പം വലിയ ക്ലാസ്സായിട്ട് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കറിയുന്ന കാര്യങ്ങളല്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, അതുപോലെ ഒന്ന് വരച്ചൊക്കെ നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് പഠിക്കാനൊക്കെ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാനും അത് മറ്റുള്ളവരെ കാണിക്കാനും, ആ ഒരു ഡ്രോയിങ് മറ്റുള്ളവർ കാണുന്ന സമയത്ത് നല്ല കമൻറ്റുകളും അതുപോലെ നിങ്ങൾക്ക് നല്ല ഒരുപാട് സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടേയിരിക്കുക.